ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 43 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് ഇപ്പോൾ റിവീൽ ചെയ്യാണ്. പോർഷൻ ഇതായിരുന്നു. ആവർത്തനം 16 മുതൽ 19 വരെയും മർക്കോസ് 15-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസേഴ്സ് റിവീൽ ചെയ്യാണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു രാജാവിന് നിരവധിയായി ഉണ്ടാകാൻ പാടില്ലാത്ത മൃഗം ഏത്? ഉത്തരം കുതിര. ആവർത്തനം 17-16 ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കഷ്ടപ്പാടിന്റെ ഭക്ഷണം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം പുളിപ്പില്ലാത്ത അപ്പം. ആവർത്തനം 16-3 വാക്യത്തിലാണ് ഉത്തരം കാണാൻ പറ്റുന്നത്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. ബുദ്ധിമാന്മാരുടെ നേത്രങ്ങൾക്ക് അന്ധത വരുത്തുന്നത് എന്ത് എന്നുള്ളതായിരുന്നു. ഉത്തരം സമ്മാനം. ആവർത്തനം 16-19 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പുതിയ നിയമ പാഠഭാഗത്ത് സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന വ്യക്തികൾ ആരെല്ലാം? ഉത്തരങ്ങൾ പറയുന്നു. കുറേനക്കാരനായ ഷീമോൻ, മർക്കോസ് 15-21, മഗ്ദലക്കാരത്തി മറിയ, മർക്കോസ് 15-40, അരിമത്യക്കാരൻ യോസേഫ്, മർക്കോസ് 15-42. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. കുറേനക്കാരനായ ഷീമോൻ, മർക്കോസ് 15-21, മഗ്ദലക്കാരത്തി മറിയ, മർക്കോസ് 15-40, അരിമത്യക്കാരനായ യോസേഫ്, മർക്കോസ് 15-42. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു. മർക്കോസ് 15-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം ആവർത്തിച്ചു കാണുന്ന വാക്കുകൾ ഏവ എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം പറയുന്നു. ജയ ജയ, മർക്കോസ് 15-18, അതുപോലെ ഹാ ഹാ, മർക്കോസ് 15-29, എന്റെ ദൈവമേ, മർക്കോസ് 15-34, ഏലോഹി ഏലോഹി, മർക്കോസ് 15-34. അപ്പൊ ഇതായിരുന്നു 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്രാവശ്യം സമ്മാനങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത പോർഷൻസ് പറയുന്നു. ആവർത്തനം 20 മുതൽ 23 വരെ മർക്കോസ് 16-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. എല്ലാവരും വായിച്ച് തയ്യാറായിക്കോളും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.